പിതാവിന്റെ അഭിനയ കളരിയിൽ മോഹിനിയാട്ടം പരിശീലിച്ച മകൾ മത്സരവേദിയിലെത്തി. മോഹിനിയാട്ടം മത്സരം അരങ്ങേറിയ ടൗൺ ഹാളിലാണ് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി പ്രവീൺ ബാബു മകൾ അളകനന്ദ പ്രവീണുമായി എത്തിയത്. അളകനന്ദ കോട്ടയ്ക്കൽ എടരിക്കോട് PKMM ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 64ാമത് വേദി തൃശ്ശൂരിൽ അരങ്ങ് ഉണർന്ന് കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടൗൺ ഹാളിലെ പവിഴമല്ലിയിലാണ്. ആ പവിഴമല്ലിയിൽ മോഹിനിയാട്ടത്തിന്റെ ആട്ടം കഴിഞ്ഞതിന് ശേഷം മത്സരാർത്ഥിയും അതിന് ശിക്ഷണം കൊടുത്ത പ്രവീൺ ബാബുവും വേദിയിലേക്ക് പുറത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 35 വർഷത്തിലധികമായി പ്രവീൺ ബാബു തൻ്റെ ഈ മേഖലയിൽ ശിഷ്യരെ സമ്പാദിപ്പിച്ചുകൊണ്ട് മോളെ ഈ മേഖലയിലേക്ക് ശിക്ഷണം നടത്തിക്കൊണ്ടാണ്. അങ്ങനെ അച്ഛനും മകളും കൂടാണ് ഈ കലോത്സവത്തിന് എത്തിയിരിക്കുന്നതിനുള്ള പ്രത്യേകതയാണ്. അങ്ങനെ നമുക്ക് ആദ്യം പ്രവീൺ ബാബുവിൻ്റെ വിശേഷത്തിൽ ഞാൻ കോട്ടയ്ക്കൽ പ്രവീൺ ബാബു. 10-30 വർഷമായി ഡാൻസ് നൃത്തരംഗത്ത്. പ്രണവാഞ്ജലി എന്ന നൃത്ത കലാക്ഷേത്ര നടത്തി വരുന്നു. ഞാൻ 90-92 കാലഘട്ടത്തിൽ നമ്മളുടെ ആലപ്പുഴ വെച്ച് നടന്ന സ്റ്റേറ്റ് കലോത്സവത്തിലും പിന്നെ കാസർഗോഡ് വെച്ച് നടന്ന കലോത്സവത്തിലും ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഓട്ടംതുള്ളൽ എന്നിവ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ A ഗ്രേഡ് മേടിച്ച് തൃപ്തിപ്പെടേണ്ടി വന്നിട്ടുള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കിട്ടിയില്ല ആ സ്റ്റേറ്റ് കലോത്സവത്തിൽ. അന്ന് വേഷപ്പൊലിമ, അതേപോലെ ഇത് നമ്മൾ സാധാരണക്കാരാണ്, അപ്പോൾ നമുക്കൊരു പരിധിയുണ്ട്. കളിയിൽ മാത്രമല്ല ബാക്കി എല്ലാത്തിലും കൂടി തീർച്ചയായിട്ടും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ എൻ്റെ കഴിവ് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. മറ്റു കുട്ടികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി. ഇപ്പം എൻ്റെ മൂത്ത മകൾ മീനാക്ഷി പ്രവീൺ 3 വർഷം സ്റ്റേറ്റിലും മോഹിനിയാട്ടത്തിനും അഷ്ടപതിക്കും, ഇവള് 2 വർഷം ശാസ്ത്രീയ സംഗീതം ഗ്രൂപ്പ് പേരൂടെ പറഞ്ഞു. അളകനന്ദ പ്രവീൺ സ്റ്റേറ്റില് ഗ്രൂപ്പ് മ്യൂസിക്, പാട്രിയോട്ടിക് സോങ്, ശാസ്ത്രീയ സംഗീതം. ഇപ്പോൾ മോഹിനിയാട്ടത്തിനും അവൾ എത്തിയിട്ടുണ്ട്. ഞാൻ വളരെ സംതൃപ്തനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ നിൽക്കുന്ന വേദി പവിഴമല്ലിയാണ്. അവിടെ പവിഴമല്ലിയിൽ 2 പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. അച്ഛൻ്റെ ശിക്ഷണത്തിലാണ് മകള് ഈ വേദി കൈയടക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മകൾക്ക് പറഞ്ഞു കൊടുത്ത ആ മുദ്രകൾ പ്രേക്ഷകർക്ക് വേണ്ടി? നമ്മൾ ഡാൻസ് പഠിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായി പ്രസന്റ് ചെയ്യുക, ഫസ്റ്റ് പ്രതീക്ഷിക്കരുത്, അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഈ ഐറ്റം ഇവിടെ പ്രസന്റ് ചെയ്ത ഐറ്റം എൻ്റെ ടീച്ചർ കലാമണ്ഡല സരോജിനി ടീച്ചറുടെ മകൾ ആരാധിക രാജേഷ് കൊറിയോഗ്രാഫി ചെയ്ത ഐറ്റാണ്. അപ്പോൾ ഇത് അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛന് പറഞ്ഞു കൊടുത്ത ആ രീതി മകള് നമുക്ക് വേണ്ടി കാണിക്കാം. നമ്മളോട് പോരേന്ന് ചോദിക്കുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് ഈ ലാസ്യലയ ഭാവം കണ്ടിട്ട് കൊതി തീരുന്നില്ല. നമുക്ക് വീണ്ടും ഈ വേദിയിൽ അളകനന്ദ പ്രവീണിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. വീണ്ടും അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഈ മേഖലയിൽ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് കേരള വിഷൻ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ. ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, തൃശ്ശൂർ.